കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കന്റ് ആയതിന് കാരണം ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിഷൻ തന്നെ ഉറപ്പായും നഷ്ടപ്പെടും. ഫുൾ എ പ്ലസ് ഉണ്ടായിട്ട് പോലും അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഇതായിരിക്കും അല്ലേ? അതെ. ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സോ +1 അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട ചില ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്, ഇപ്പോഴേ തയ്യാറാക്കി വെക്കണം അല്ലേ? അതായത് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് മിസ്സായി പോയാൽ നിങ്ങളുടെ പല കാര്യം നിങ്ങൾ അഡ്മിഷനെ തന്നെ ബാധിക്കാവുന്ന ഉറപ്പായും ബാധിക്കും മക്കളെ. കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് അഡ്മിഷൻ നഷ്ടമായത് ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ടിക്ക് ചെയ്തു പോകും ബോണസ് പോയിന്റിലൊക്കെ. എന്നിട്ട് അഡ്മിഷന് ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കാണില്ല. സോ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് അഡ്മിഷന് ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കയ്യിലില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ക്യാൻസൽ ചെയ്യപ്പെടും. മനസ്സിലായോ? ഡിസ്ക്വാളിഫൈഡ് ആവും നിങ്ങൾ. അപ്പൊ ടിക്ക് ചെയ്യുന്നവരൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ടിക്ക് ചെയ്യുക. കയ്യിൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, TC വേണം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ സ്കൂളിൽ നിന്നായിരിക്കും കിട്ടുക. ബോണസ് പോയിന്റ് ഇത് ശ്രദ്ധിക്കണേ. അതായത് ചില ഐറ്റംസിന് ബോണസ് പോയിന്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ അത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ ബോണസ് പോയിന്റിനുള്ള ഐറ്റംസ് അവർ കൊടുക്കും. അത് നിങ്ങൾ ടിക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ. അതെ, കറക്റ്റ് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയതിനു ശേഷം മാത്രമേ ടിക്ക് ഇടാൻ പാടുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അഡ്മിഷൻ വീണ്ടും ക്യാൻസൽ ചെയ്യപ്പെടും, ഓർമ്മിക്കാം. അതേപോലെ ടൈ ബ്രേക്കിംഗിന്റെ ടൈമിൽ ഒരേ മാർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ വരുന്ന സമയത്ത് പല ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ടൈ ബ്രേക്കിംഗ് നടത്തുക. അപ്പൊ ചിലപ്പോ നിങ്ങളുടെ ഇവരുടെ, അതായത് ഒരു സ്കൂളിൽ 50 കുട്ടികൾ കൊടുത്തു, 50 പേർക്ക് ഫുൾ എ പ്ലസ് ആണെങ്കിൽ അവരെ നിങ്ങൾ ടൈ ബ്രേക്കിംഗ് ഒരുപാട് ക്രൈറ്റീരിയ വരും. അതിലൊരു ക്രൈറ്റീരിയ ആയിട്ട് പല ഐറ്റംസ് അവർ പരിഗണിക്കും. അപ്പൊ ഈ ഐറ്റംസിൽ ഏതെങ്കിലും പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സാധനത്തിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് അസൽ സർട്ടിഫിക്കറ്റ്. റെഡി. പ്രായപരിധി ഇളവ് വേണ്ടവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിക്കുന്നത് പ്രായപരിധി ഇളവ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. വേണ്ടി വരുമെന്ന് തോന്നില്ല. അപ്പൊ അതായത് നിങ്ങൾക്ക് അപേക്ഷകർക്ക് 2025 ജൂൺ മാസം 1-ന് 15 വയസ്സ് പൂർത്തിയാകണം. എന്നാൽ 20 വയസ്സ് കവിയാൻ മെയിൻ പോയിന്റ് അതാണ്. 15 വയസ്സ് പൂർത്തിയാക്കുക. ഈ ഡേറ്റിൽ 15 വയസ്സ് പൂർത്തിയാക്കുക. പക്ഷെ നമ്മുടെ കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് നമ്മുടെ SSLC എക്സാം വിജയിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു കുറഞ്ഞ പ്രായപരിധി ഇല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ 15 കംപ്ലീറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, കുറഞ്ഞ പ്രായപരിധി നിങ്ങൾക്ക് ബാധകമല്ല. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് അധികം ആപ്ലിക്കബിൾ ആകുന്ന ഒരു കാര്യമല്ല. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അടുത്തത്, വിഭിന്ന ശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 40% കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾക്ക് വിഭിന്നശേഷി വിഭാഗത്തിൽ നിങ്ങൾക്ക് അതിന്റെ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 40% സംവരണം ഉണ്ട്. അപ്പൊ അത്രയും 40% വൈകല്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ഉണ്ടെങ്കിൽ മക്കൾക്ക് ആനുകൂല്യം ലഭിക്കും. അടുത്തത് കമ്മ്യൂണിറ്റി റിസർവേഷൻ ആണ് അല്ലെ? സാമുദായിക സംവരണം പരിശോധിക്കുന്ന SSLC ബുക്കിലെ അവരുടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കാസ്റ്റ് ഏതാണ്, റിലീജിയൻ ഏതാണത് SSLC ബുക്കിൽ കാണും. അപ്പൊ SSLC ബുക്കിൽ ഉണ്ടെങ്കിൽ അത് മതി. ഇനി ചില ആൾക്കാർക്ക് അവരുടെ കമ്മ്യൂണിറ്റി വേറെ ആയിരിക്കും, പക്ഷെ SSLC ബുക്കിൽ വേറെ ആയിരിക്കും. അതായത് രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ റവന്യൂവിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ ഒരു ഈഴവ വിഭാഗത്തിൽ പെടുന്ന ആളാണ്, വേറെയാണ് നിങ്ങളുടെ SSLC ബുക്കിൽ വേറെ കമ്മ്യൂണിറ്റി ആണ് രേഖപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഉണ്ടാവാൻ ചാൻസ് നിങ്ങൾ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ ടൈപ്പ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ചില വ്യത്യാസങ്ങൾ വരാം. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് അച്ഛനും അറിയാതെ വേറെ ഫില്ല് ചെയ്ത് പോവാം. അതേപോലെ OEC വിഭാഗത്തിൽ വരുന്നവർക്ക് ഫീസ് ആനുകൂല്യം ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റവന്യൂവിൽ നിന്ന് കളക്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കാണും. അടുത്തത് OBH വിഭാഗത്തിലെ ആളുകളെ പറ്റിയും പറയുന്നുണ്ട്. അവര് വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാലേ ഫീസ് ആനുകൂല്യം കിട്ടുള്ളൂ. OBH അപ്പൊ ഒരു സ്ഥലത്ത് നിങ്ങൾ സ്ഥിരതാമസമാണെങ്കിൽ ക്ലിയർ അല്ലേ, അവിടെ നിങ്ങൾ SSLC ബുക്കിൽ എന്ത് ചെയ്യുക, ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ. ഈ പഞ്ചായത്തിന്റെ പേരിലൊക്കെ നിങ്ങൾക്ക് കൺസെഷൻ കിട്ടാറുണ്ട്. അതേ പഞ്ചായത്തിൽ പെടുന്ന സ്കൂളില് ബോണസ് പോയിന്റ് കിട്ടാറുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യമാണെന്ന് തോന്നുന്നു. യെസ്, അങ്ങനെയുള്ളവരുടെ കാര്യമാണ്. അവര് കാര്യങ്ങളൊന്നും അവരെ നിങ്ങൾ SSLC ബുക്കിൽ ഉണ്ടെങ്കിൽ അവരെ ഹാജരാക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം റേഷൻ കാർഡ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? അതായത് ഇവരുടെ താലൂക്കോ പഞ്ചായത്തോ SSLC ബുക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റേഷൻ കാർഡോ നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കാർഡിലുള്ളത് എന്താ വേറെ കാര്യങ്ങളാണ്. SSLC ബുക്കിലുള്ളത്
വേറെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നേറ്റിവിറ്റിയോ അല്ലെങ്കിൽ സബ്മിറ്റ് റേഷൻ കാർഡോ സബ്മിറ്റ് ചെയ്യാം. അടുത്തത് NCCക്ക് 70% ഹാജരുണ്ട്, 75% ഹാജരുണ്ടെന്ന് NCC ഡയറക്ടറേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം സ്കൗട്ട് വിഭാഗത്തിൽ ബോണസ് പോയിന്റിന് അർഹതയുണ്ടായിരിക്കും. അത് NCCക്കാർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങൾ ആശ്രിതരുണ്ടാവും അല്ലെ, അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അച്ഛനോ ആരെങ്കിലും എന്താണ് ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുൻപ് വർക്ക് അതിന്റെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. ആ പോയിന്റ് ലഭിക്കണമെങ്കിൽ അവരെ എന്ത് ചെയ്യുക, വെൽഫെയർ ബോർഡിൽ നിന്നുള്ള വെൽഫെയർ ബോർഡിൽ നിന്നുള്ള ആ സർട്ടിഫിക്കറ്റ്, ജവാന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അടുത്തത് 9th സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് SPCയിലുള്ള കുട്ടികള് SPC പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അടുത്തത് 10th ടൈ ബ്രേക്കിംഗ് പോയിന്റ് ലഭിക്കുന്ന ഇനങ്ങൾ NTST, NMMS അല്ലെ, USS. ഇതൊക്കെ ടൈ ബ്രേക്കിംഗിൽ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരേ മാർക്കുള്ള കുട്ടികൾ വന്നാൽ പല ഇനങ്ങൾ ടൈ ബ്രേക്കിംഗിൽ കൺസിഡർ ചെയ്യും. അതിൽ ഈ NTSC, NMMS, USS, LSS ഒക്കെ 10th ക്ലാസ്സിന് മുൻപ് നിങ്ങൾ എഴുതുന്ന എക്സാമുകളല്ലേ, അപ്പൊ അത് ഓക്കെയാണ്. പക്ഷെ അത് ഒഴികെയുള്ള ഇനങ്ങൾ ഏത് നിങ്ങൾ ടിക്ക് ചെയ്താലും അത് നിങ്ങൾ 10th ക്ലാസ്സിൽ പങ്കെടുത്തതായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ 8ലോ ഇതിലൊക്കെ പങ്കെടുത്താൽ മതി. പക്ഷെ ബാക്കിയുള്ള ഏത് ഇനങ്ങളായാലും നിങ്ങൾ അത് കാണും, അത് നിങ്ങൾ ഫില്ല് ചെയ്യുന്നിടത്ത് ആ ഇനങ്ങളുടെ പേര് കാണും. അത് നിങ്ങൾ 10th ക്ലാസ്സിൽ പങ്കെടുത്ത ആണോന്ന് ഉറപ്പിക്കുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിൽ അനുബന്ധം 4 മാതൃകയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ്. പുതിയ പ്രോസ്പെക്ടസ് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസിന്റെ കാര്യമാണ്. അപ്പൊ അതിൽ ഏത് അനുബന്ധമാണെന്ന് അറിയില്ല. പുതിയ പ്രോസ്പെക്ടസ് ഇറങ്ങുമ്പോൾ അതിൽ പറയുന്ന പ്രകാരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ടിക്ക് ചെയ്ത് കൊടുത്താൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ലിറ്റിൽ കൈറ്റ്സിൽ ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് കൈറ്റ്സിന്റെ A ഗ്രേഡ് കിട്ടി അല്ലെ, സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അടുത്തത് മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി ഇക്കണോമിക്കലി വീക്കർ സെഷൻ EWS 10% സംവരണ സീറ്റുകളിൽ, അതായത് 10% സീറ്റുകൾ ഇവർക്കുള്ള സംവരണ സീറ്റുകളാണ്. ഇപ്പോ മുന്നോക്ക വിഭാഗത്തില് സാമ്പത്തികമായിട്ട് പിന്നോക്കം. എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഒരു ഓർമ്മ വരുന്നത് ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കന്റ് ആയി കിടന്നിരുന്നു. കാരണം കുട്ടികൾ ഇത് ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സീറ്റ് വേക്കന്റ് ആയി കിടന്നിരുന്നു. അപ്പൊ നിങ്ങൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവരായിരിക്കണം. നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. നിങ്ങൾ EWS റിസർവേഷൻ ആവശ്യമുള്ള മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അത് അനക്ഷർ 3ഉം 1ഉം ഞാൻ പറഞ്ഞ ഓൾഡ് പ്രോസ്പെക്ടസ് ആണ്. പുതിയ പ്രോസ്പെക്ടസ് നോക്കാം. നിങ്ങൾ ഇതൊന്നും നോക്കണം. നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്താൽ മതി വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന്. അടുത്ത പ്രത്യേക പരിഗണനക്കായി ഉൾപ്പെടുത്തുന്ന എല്ലാ വിവരങ്ങൾക്കും വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന ലഭിക്കണമെങ്കിൽ അത് സ്പെഷ്യൽ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഹാജരാക്കണം. ആ സർട്ടിഫിക്കറ്റുകളുടെ സർട്ടിഫിക്കറ്റ് നമ്പറും തീയതിയും, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലെങ്കിലും ഈ സർട്ടിഫിക്കറ്റിലെ നമ്പറും ഡേറ്റും ഒക്കെ അവിടെ അവർ ചോദിക്കും. സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പൊ എല്ലാ സർട്ടിഫിക്കറ്റും കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ലാസ്റ്റ് 3 സർട്ടിഫിക്കറ്റ് LSS സർട്ടിഫിക്കറ്റ്, USSകാര് പരീക്ഷാ ഭവനിൽ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. NMMSകാര് റിസൾട്ട് പേജ്, നിങ്ങളുടെ റിസൾട്ടിന്റെ പേജ് ഹാജരാക്കണം. അപ്പൊ ഇതൊക്കെ ടൈ ബ്രേക്കിങ്ങിന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു സ്കൂളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതേ മാർക്കുള്ള വേറെ കുട്ടി വന്നാൽ ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മിക്കവാറും കുട്ടികളും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഹാജരാക്കുക. ടിക്ക് ചെയ്യുന്ന എല്ലാത്തിനും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അഡ്മിഷൻ നഷ്ടപ്പെടും. അഡ്മിഷൻ ഫുൾ A+ ഉണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ, ഫുൾ A+ ഉണ്ടായിട്ടും അഡ്മിഷൻ നഷ്ടപ്പെട്ട കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞത് ഈ വിഭാഗക്കാരൊക്കെ പെടുന്നുണ്ട് അല്ലെ. കാരണം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കും, നിങ്ങൾ ടിക്കിടും, പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ പ്രശ്നമാണ്, ശ്രദ്ധിക്കുക അല്ലെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാ അപ്ഡേറ്റുകളും കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ബൈ.